എടാ മോനെ, നിന്റെ എല്ലാ തീരുമാനങ്ങളും മാറ്റിക്കോ. വിദ്യാഭ്യാസവും വിവരവും പാചകവും ഒന്നും ഇനി നോക്കണ്ട. എന്നുവെച്ചാ ഒരു IT ജോലിക്കാരിയെ ഇനി വേണ്ടാന്ന്. നമുക്കേ ആ പാചകക്കാരിയെ മതി മോനെ, അമൃതയെ. അമ്മ ഇതെന്താ പറയുന്നേ? അവളെ മാത്രം മതി നിനക്ക്. അമ്മയ്ക്ക് ഇതെന്തു പറ്റി? പെട്ടെന്നെന്താ ഒരു മനംമാറ്റം? എടാ ഞാൻ അറിഞ്ഞില്ലല്ലോ. ദേ ഇതെന്നെ അറിയിക്കാതെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നില്ലേ നിന്റെ അച്ഛൻ? ഇതെന്താ? ദേ വായിച്ചു നോക്ക്. ഒരു ഉൾവിളി പോലെ അവസാനത്തെ മക്കളെ ഗർഭിണിയായിരിക്കുമ്പോഴേ രേണുക എഴുതി വെച്ച വിൽപ്പത്ര. എന്റെ പേരിൽ പാരമ്പര്യമായി കിട്ടിയ മേൽപ്പറഞ്ഞ ടീ ഭൂമിയും അതിൽ മുതൽ മുടക്കി പണിത കെട്ടിടവും എന്റെ മൂത്ത മകൾ അമൃതയ്ക്ക് സ്വമേധയാ ഞാൻ എഴുതി തീർപ്പ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. കണ്ടില്ലേ, ഹോട്ടൽ പഞ്ചരത്ന ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും അമൃതയുടെ പേരില. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മേ. വിശ്വസിച്ച പറ്റൂ. ഇതേ വിൽപ്പത്ര. നിന്റെ അച്ഛൻ നമ്മളോടൊന്നും പറയാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ പിന്നെ അതിന്റെ കൂടെ ചേർന്ന് കിടക്കുന്ന ബാക്കി 50 സെന്റോ? അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അമൃതയുടെ പേരിൽ തന്നെയാ അതും വാങ്ങിച്ചിരിക്കുന്നേ. ഈ ലോണൊക്കെ എടുക്കാനുള്ള എളുപ്പത്തിന് എല്ലാം മൂത്തവളുടെ പേരിലാ എഴുതിയിരിക്കുന്നേ. ഷോപ്പിംഗ് മാള് കെട്ടാൻ 1 ഏക്കർ ഭൂമി മതിയാവോ? കണ്ണായ സ്ഥലത്താ ഹോട്ടൽ പഞ്ചരത്നം 1 ഏക്കറിൽ കിടക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ആ സ്വത്ത് 5 പൈസ മുതൽ മുടക്കില്ലാതെ നിന്റെ കയ്യിൽ വരും. അമൃതയെ നീ കെട്ടിയാൽ. ഇത്രയും പോരെ മോനെ നമുക്ക്? ഇനി അഥവാ ഷോപ്പിംഗ് മാള് വാങ്ങാൻ നിനക്ക് 1 ഏക്കർ പോരെങ്കിൽ കയ്യിലിരിക്കുന്ന ക്യാഷ് കൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും അങ്ങ് വാങ്ങിക്കേ. അതൊക്കെ വിൽക്കാൻ ഇട്ടിരിക്കുന്നതാ. മോനെ, അമ്മ പറയുന്നത് കേക്കട. വിദ്യാഭ്യാസം ഒന്നും നോക്കണ്ട, ഗവൺമെന്റ് ജോലിയും നോക്കണ്ട. ദേ കണ്ടാ കൊള്ളാവുന്ന പെണ്ണായി അമൃത. അത് മാത്രോ, ഹോട്ടല് നടത്തി നല്ല കാര്യഗൗരവവും ബുദ്ധിയും ഉണ്ട് അവക്ക്. അതൊരു കോളേജിൽ പോയാലും പഠിക്കാൻ പറ്റൂല. നീ എന്തുവാടാ എണീറ്റ് നിന്ന് ആലോചിക്കുന്നേ? വേറെ ഒരു അവകാശികളും ഇല്ലാത്ത ആ സ്ഥലത്തിന് ബാക്കി 4 എണ്ണത്തിനും ഈ വിൽപ്പത്രം അനുസരിച്ച് നിയമപരമായി സ്വത്തിൽ ഒരു അവകാശവും ഇല്ല. സ്വത്തിന് അവകാശം കാണില്ല, പക്ഷേ മനസ്സിലായി. നീ ഒരു ഭയങ്കരൻ തന്നെ. അനിയത്തിമാരുടെ സംരക്ഷണവും കെട്ടിച്ചുവിടലും അതൊക്കെ ബാധ്യതയാവൂന്നുള്ള പേടിയല്ലേ നിനക്ക്? അവരെ ഒഴിവാക്കി വിടുന്ന കാര്യം നീ എനിക്ക് വിട്, അത് അമ്മയേറ്റു. ദേ നീ അമൃതയുമായിട്ടുള്ള കല്യാണത്തിന് ഒന്ന് സമ്മതിച്ചാ മാത്രം മതി. എടാ ആ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ ഉടൻ തന്നെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. നിന്റെ അച്ഛനോട് അമൃതയുമായിട്ടുള്ള കല്യാണത്തിന് നിനക്ക് സമ്മതമാണെന്ന് ഞാൻ പറയാം. പക്ഷേ നമ്മുടെ ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഒരിക്കലും നിന്റെ അച്ഛൻ അറിയരുത്. ഞാൻ ഏതായാലും ഒരിക്കലും അത് പറയില്ല. ഞാൻ ഒട്ടും പറയില്ല. ദാ നമ്മളോട് രഹസ്യമാക്കി വെച്ചതാ ഈ വിൽപ്പത്രം. അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. നീ കല്യാണത്തിന് സമ്മതിച്ചാ മാത്രം മതി. അയ്യോ, ദേ നിന്റെ അച്ഛൻ വരുന്നു. ഡാ ഞാനിപ്പോ കാര്യം അവതരിപ്പിക്കാൻ നീ വേണ്ടതുപോലെ പറഞ്ഞോണം. ഇന്നെന്താ നേരത്തെ വന്നത്? സെയിൽ ടാക്സിന്റെ ഓഫീസിലേക്ക് പോകണമായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നെ കടയിലേക്ക് പോയില്ല. രമേശനോട് അടയ്ക്കുമ്പോ കുട്ടി താക്കോൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനെന്നാ ചായ എടുക്കട്ടെ? ഇതെന്താ പതിവില്ലാത്തൊരു ചോദ്യം? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പരുങ്ങല് പോലെ. ഏയ് ഒന്നുമില്ല. ഇനിയിപ്പോ വേറെ പെണ്ണിനെ അന്വേഷിച്ച് അലയണ്ട. അമൃതയെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഇവനോട് പറയായിരുന്നേ. അതിന് ഇവന് വേണ്ടല്ലോ അവളെ. ഇവന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളല്ലേ.
ഒരാഗ്രഹവും ഇല്ല. ഇവൻ സമ്മതിച്ചു അല്ലേടാ? ഇവിടെ നീ പറ അച്ഛനോട്. എനിക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നുമില്ല അച്ഛാ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറാണ് എനിക്ക് പ്രധാനം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടം കൂടി പരിഗണിക്കുക. അമൃതയോട് മുമ്പൊരു താല്പര്യം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അമ്മ പറഞ്ഞതുപോലെ അവളുടെ മനസ്സ് ഞാൻ വേദനിപ്പിക്കില്ല. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. ഇനി എന്താന്ന് വെച്ചാ അച്ഛനും അമ്മയും കൂടെ തീരുമാനിച്ച് ചെയ്തോളൂ. മോനെ ഇവൻ രവീന്ദ്ര, ഇത് ഞാൻ കളിക്കുന്ന പൊളിറ്റിക്സിന്റെ സെക്കൻഡ് സ്റ്റേജാ. എന്നുവെച്ചാ അപ്പുറത്ത് പരലിനെയും ഇപ്പുറത്ത് വരാലിനെയും ഇട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരുതരം ചൂണ്ടേറിയലിന്റെ ഏർപ്പാടായത്. എന്താ? ഞാനൊരു കാര്യമില്ലാതെ വരാറില്ലല്ലോ. മനഃപൂർവ്വം ദ്രോഹിച്ചൊന്നും മതിയായില്ലേ നിങ്ങക്ക്? ചില കാര്യങ്ങളിൽ എതിര് നിന്നിട്ടുണ്ട് ഞാൻ, സമ്മതിക്കുന്നു. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ കൂടെ നിൽക്കാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. കൂടെ നിൽക്കണ്ട, അങ്ങനെ ഒരു ഔദാര്യം ഞങ്ങക്ക് വേണ്ട. ലോക്കൽ ബക്കറ്റ് പിരിവുകൾക്കൊഴിച്ച് വർഷാവർഷം 2-3 തവണ ഫണ്ടെന്ന് പറഞ്ഞ് പാർട്ടിയിലേക്ക് കാശെടുത്ത് തരുന്നുണ്ട് ഞാൻ. അതിന്റെ ഒരു നന്ദിയെങ്കിലും കാണിച്ചാ മതി. അമൃതേ, അങ്ങനെ ഒരു നന്ദി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. സജി, ആ പേപ്പറിൽ തന്നെ ഇതിലൊന്ന് ഒപ്പിട്ടെന്നെ. എന്താ ഇത്? ഒന്ന് നോക്ക്, നല്ല കാര്യത്തിനാന്നേ. ഇതെന്താ നോക്കിയ മോളെ? ഇത് ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്കുള്ള പരാതിയാണ്. ഹോട്ടലിന്റെ പേരും അഡ്രസ്സും വരെ അടിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം ചേച്ചിയുടെ പേരും ഉണ്ട്. അതെ, എല്ലാം തയ്യാറാക്കിയാ ഞാനിവിടെ വന്നത്. ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാൻ ശ്രമിച്ച ഭാസ്കരനും അവനെ അതിന് പ്രേരിപ്പിച്ചവരും ഇരുമ്പഴിക്കുള്ളിലാവുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ കടമ കൂടിയാണത്. ഒരു ഒപ്പിട്ടതാ. ആരാ എന്താ എങ്ങനെ ചെയ്തെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതിന് ഒരു പരാതിയുടെ ആവശ്യമില്ല. കൊടുക്കേണ്ടവർക്ക് നേരിട്ട് ചെന്ന് കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. ചേച്ചി പറഞ്ഞ പോലെ ഇനി ഒരു കംപ്ലൈന്റിന്റെ ആവശ്യമില്ല. നേതാവ് പോ. അമൃതേ, ഈ പിള്ളേർ പലതും പറയും. നിന്റെ ഗുണത്തിനാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ അനിയത്തിമാര് പറഞ്ഞു കഴിഞ്ഞില്ലേ, അതിനപ്പുറം ഒരു വാക്കും ഇക്കാര്യത്തിൽ എനിക്കില്ല. നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് നിന്ന് തരാനുള്ളതല്ല പഞ്ചരത്നം. ഇറങ്ങിപ്പോന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പറഞ്ഞു എന്നങ്ങ് ചിന്തിക്കുന്നതാ നല്ലത്. ആ അഖിലേ, ഇവര് പോയി കഴിയുമ്പോ ആ പടിപ്പുര അങ്ങ് അടച്ചേക്കുന്നതാ നല്ലത്. റോഡിലൂടെ തെണ്ടി നടക്കുന്ന ചാവാലിപ്പട്ടികള് അതുവഴിയാ കേറി വരുന്നേ. എന്നാ പിന്നെ ഇറങ്ങല്ലേ? ആ എടി, ഇവരെപ്പോഴാന്ന് വെച്ചാ പോട്ടെ. നമുക്കകത്ത് പിടിപ്പത് പണിയുള്ളതല്ലേ. നിങ്ങള് വാ. ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലല്ലോ മഞ്ചാടി. ഞാൻ പറഞ്ഞില്ലേ രവീന്ദ്ര, ഇത് ചൂണ്ടയിൽ ഇരയിട്ട് മീൻ പിടിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇവിടെ കൊത്തിയില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കുളത്തിലോട്ട് പോകും. ഈ ചൂണ്ടയിടലിനെ നല്ല ക്ഷമ വേണം.
അതെനിക്ക് ആവോളമുണ്ട്. നിങ്ങൾ വാ. നിങ്ങൾ ആരാ? ശരിക്കും താൻ എന്നെ പ്രേമിക്കുന്നതാണോ അതോ തനിക്ക് ഞാനൊരു നേരം പോക്കാണോ? അല്ല, താൻ ഉറങ്ങിയില്ലായിരുന്നോ? അപ്പോ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നല്ലേ? ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ രോഗികളോടും ഞങ്ങളെ നഴ്സുമാർക്ക് ഇഷ്ടമുണ്ട്. എല്ലാ രോഗികളെയും പോലെയാണോ അനക്കൊക്കെ ഞാൻ? എല്ലാരോടുള്ള ഇഷ്ടമാണോ എന്നോടുള്ളത്? അതെ. ആയിരുന്നു, പക്ഷേ ഇപ്പോ അല്ല. അനക്കയുടെ ഇഷ്ടം ഞാൻ പിടിച്ചു വാങ്ങി കഴിഞ്ഞു. ഓ പിന്നെ അതിന് വേറെ ആളെ നോക്കണം. വേറെ ആളെ നോക്കാനാണെങ്കിലേ ഞാൻ ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് അഡ്മിറ്റായി കിടക്കണോ? ഇത് എന്തറിഞ്ഞിട്ടാ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ. എന്നെ പോലെ ഒരു പെണ്ണിന്റെ പിറകെ കൂടുന്ന എന്തിനാ? അതും വെറും 3-4 ദിവസത്തെ പരിചയം കൊണ്ട്. ആര് പറഞ്ഞു 4 ദിവസത്തെ പരിചയമാണെന്ന്? ഞാൻ അനക്കയോട് പറഞ്ഞില്ലേ, നിന്നെ അടുത്ത് കാണാൻ വേണ്ടി തന്നെയാ. വെറും ഒരു ജലദോഷം പനിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിനു മുമ്പ് എത്രയോ തവണ അകലെ നിന്ന് നീ അറിയാതെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്നെയോ? പിന്നല്ലാതെ വേറെ ആരെയാ? ഒരിക്കൽ യാദൃശ്ചികമായി കണ്ട നിന്റെ മുഖം തേടി നീ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ ഒരുപാട് തവണ ഞാൻ കാത്തു നിന്നിട്ടുണ്ട്. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. സുഗന്ധം മായല്ലേ, മരന്തം തീരല്ലേ, കെടാതെ നാളമേ നാളമേ പാടൂ. നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. എത്രയോ മുമ്പ് കണ്ട് കണ്ട് മോഹിച്ചു പോയതാ നിന്നെ ഞാൻ. എന്നെ കുറിച്ച് വല്ലതും അറിയാമോ നിങ്ങൾക്ക്? നിന്നെ കൂടുതൽ കൂടുതൽ അറിയാനാ എനിക്ക് ആഗ്രഹം. ശരിക്കും ഈ പ്രണയമെന്ന് പറയുന്നത് പരസ്പരം അറിയാനുള്ള ആണിന്റെയും പെണ്ണിന്റെയും അടങ്ങാത്തൊരു ആവേശല്ലേ അല്ലേ? അതൊന്നും എനിക്കറിയില്ല. എന്നാ പിന്നെ തനിക്കറിയാവുന്നൊരു കാര്യം എന്നോട് പറയൂ. എന്താ? തനിക്കെന്നെ ഇഷ്ടമാണോ? പറയേ. എന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തനിക്കേ പറയാൻ പറ്റും. പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി. ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ.
ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ മടി കിടന്ന് ചോദിക്കായിരുന്നു, സ്നേഹത്തിന് പ്രണയമൊന്നും അർത്ഥമുണ്ടോന്ന്. എന്തായിരിക്കും അനഘയ്ക്ക് പതിവില്ലാത്തൊരു നൈറ്റ് ഡ്യൂട്ടി? ഹോസ്പിറ്റലിലേക്കൊന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എന്തിനാ അവളെയും കൂടെ വെറുതെ ടെൻഷനാക്കുന്നേ? ഒന്നുമില്ല, എന്റെ ഒരു ആഗ്രഹം. അത് അനഘയ്ക്ക് അറിയാവുന്നതല്ലേ? അനഘേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ ബ്ലോക്കിൽ ഇപ്പോ വേറൊരു സ്റ്റാഫും ഇല്ല. ദേ, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് അനഘയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല. അത് താനങ്ങ് തീരുമാനിച്ചാ മതിയോ? മാന നശിക്കുന്നതാ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ നഷ്ടം. എന്റെ ദേഹത്തെ താൻ തൊടണമെങ്കിൽ ഞാൻ മരിക്കണം. ഒരാവേശത്തിന് ഇങ്ങനെയൊന്നും പറയാതെ. ദേ, ഈ ഹോസ്പിറ്റലിൽ വരെ പാർട്ട്ണർഷിപ്പുള്ള ഒരാളാണ് ഞാൻ. ഞാൻ വിചാരിച്ച അനഘയെ ജോലിയിലും അല്ലാതെയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അനഘയ്ക്ക് എന്താ വേണ്ടത് പറയേ? പണം വേണോ, അതോ പ്രോപ്പർട്ടിയോ, കാറ്, ആഭരണങ്ങൾ, എന്തും തരും ഞാൻ. ആഗ്രഹിച്ചു പോയി അനഘ, ഒരൊറ്റ തവണയെങ്കിലും നീ എന്റേതാവണം. അത്രയ്ക്ക് മോഹിച്ചു പോയി ഞാൻ. എന്നെ തൊട്ടാലുണ്ടല്ലോ. വേണ്ട അനഘ, ഞാൻ വേണ്ട അനഘ, വേണ്ട. ഉപദ്രവിക്കാൻ വന്നതല്ല ഞാൻ. പറയട്ടെ, ഇറങ്ങിപ്പോടോ അനഘ. ആണുങ്ങളോടാണോടി നിന്റെ ഈ കസർത്ത്? സ്റ്റെതസ്കോപ്പ് കഴുത്തിലിടുന്നതിന് മുമ്പ് നഞ്ചൊക്കെ കയ്യിലെടുത്ത എന്നെയാണോ നീ കൊച്ചു പിച്ചാത്തി കാണിച്ച് പേടിപ്പിക്കുന്നത്? നീ ഇവിടെ കിടന്ന് നിലവിളിച്ചാലും ആരും കേൾക്കാൻ പോകുന്നില്ല. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? എന്റെ ആഗ്രഹം സാധിച്ചിട്ട് നിന്നെ ഞാൻ വിടൂ. മിണ്ടാതിരിക്കടി. ഇതിനുള്ളിൽ റേഞ്ചും കിട്ടുന്നില്ലല്ലോ. എന്തുപറ്റി? എന്താ സംഭവിച്ചെന്ന് പറ. സമാധാനമായിട്ട് പറ. അയാൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കി. ആര്?
പേടിക്കണ്ട, വരൂ. എന്തായാലും ഇവിടെ നിൽക്കണ്ട, എന്റെ മുറിയിലേക്ക് പോകും. സമാധാനമായിട്ട് വരൂ. ഇവിടെ ഇരിക്കേ. ഇനി പറ, എന്താ സംഭവിച്ചത്? അയാള് ആ ഡോക്ടർ തരകൻ എന്നെ ഇതിനു വേണ്ടി മാത്രം അയാൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇട്ടത്. കൂൾ ഡൗൺ, ഞാനുണ്ട് നിന്റെ കൂടെ. ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കള്ളം പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ തോന്നിയത്. ഞാനുണ്ടാവും തന്റെ കൂടെ, ഇപ്പോഴല്ല എപ്പോഴും. ഞാനിപ്പോ വരാം. എങ്ങോട്ട് പോകുന്നു? അത് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഒരു കാര്യം ഞാൻ തനിക്ക് ഉറപ്പ് തരാം, ഈ മുറിയിൽ നീ സുരക്ഷിതയായിരിക്കും. അതെന്റെ ഉറപ്പാ. നീ ഇവിടെ ഇരിക്കാം.